എന്തൊരു തോൽവിയാണ് വിൻഡീസ് നേരിട്ടത്. വെസ്റ്റ് ഇൻഡീസും നേപ്പാളും തമ്മിൽ നടക്കുന്ന T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 19 റൺസിന് വെസ്റ്റ് ഇൻഡീസിനെ നേപ്പാൾ തോൽപ്പിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ 90 റൺസിന് നേപ്പാൾ വെസ്റ്റ് ഇൻഡീസിനെ തറപറ്റിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത നേപ്പാൾ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസാണ് എടുത്തത്. നേപ്പാളിന് വേണ്ടി ആസിഫ് ഷെയ്ഖ് 47 പന്തിൽ 68, സുന്ദീപ് ജോറ 39 പന്തിൽ 63, ആദിൽ അൻസാരി 5 പന്തിൽ 11 എന്നിവരായിരുന്നു ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത്. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അക്കീൽ ഹുസൈനും കെയിൽ മയേഴ്സും 2 വിക്കറ്റും വീതം വീഴ്ത്തിയപ്പോൾ ബ്ലേഡ്സ് 1 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 173 എന്ന റൺസിലേക്ക് നേപ്പാൾ എത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വെറും 3 പേർക്ക് മാത്രമേ അവരുടെ ബാറ്റിംഗ് നിരയിൽ 2 അക്കം കാണാനായുള്ളൂ. ജ്യുവൽ ആൻഡ്രൂ 2, കെയിൽ മയേഴ്സ് 6, കീസി കാർട്ടി 1, ജാരൽ അഗസ്റ്റ് 17, ആമിർ ജാങ്കോ 16, ജേസൺ ഹോൾഡർ 21, ഫാബിയൻ അലൻ 7, അക്കീൽ ഹുസൈൻ ഡക്ക്, നവീൻ ബിദൈസി 2, മൊത്താറ 3, ബ്ലേഡ്സ് 1 എന്നിങ്ങനെയായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാരുടെ സ്കോറുകൾ. നേപ്പാളിന് വേണ്ടി ആദിൽ അൻസാരി 4 ഓവറിൽ 24 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തി വെസ്റ്റ് ഇൻഡീസ് നിരയിൽ നാശം വിധിച്ചപ്പോൾ കുശാൽ ബൂട്ടൽ 3 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് 17.1 ഓവറിൽ 83 റൺസ് എടുത്തപ്പോഴേക്കും ഓൾ ഔട്ടായി. ഇതോടെ ചില റെക്കോർഡുകളും നേപ്പാളിന്റെ പേരിൽ കുറിക്കപ്പെട്ടു. ടെസ്റ്റ് പദവിയുള്ള രാജ്യത്തിനെതിരെ നേപ്പാൾ ആദ്യമായിട്ടാണ് 2020 പരമ്പര നേടുന്നത്. ടെസ്റ്റ് പദവിയുള്ള രാജ്യത്തിനെതിരെ ഒരു അസോസിയേറ്റ് രാജ്യം നേടുന്ന ഏറ്റവും വലിയ വിജയ മാർജിനും ആയിട്ട് ഇത് മാറി. 90 റൺസിനാണ് നേപ്പാൾ വിജയിച്ചത്. ഒരു അസോസിയേറ്റ് രാജ്യത്തിനെതിരെ പൂർണ്ണ പദവി അംഗമുള്ള ഒരു രാജ്യം നേടുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറും കൂടി ആണ് വെസ്റ്റ് ഇൻഡീസ് ഇന്നലെ നേടിയത്, 83 റൺസ് എന്നുള്ളത്. അങ്ങനെ 3 മത്സരങ്ങളുടെ 2020 പരമ്പര ഒരു മത്സരം ബാക്കി നിൽക്കെ നേപ്പാൾ സ്വന്തമാക്കിയിരിക്കുന്നു.